അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എലിപ്റ്റിക് കർവിൻ്റെ ഡിസ്കഷനിൽ നമ്മളവിടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അബേലിയൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പായിരുന്നു യൂസ് ചെയ്യുന്നത്. എന്നിട്ട് റിയൽ ഫീൽഡാണ് കാൽക്കുലേഷന് വേണ്ടി അല്ലെങ്കിൽ അഡീഷൻ പോയിന്റ്സിൻ്റെ അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്രിപ്റ്റോഗ്രഫി വരുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫിയിൽ മോഡുലാർ അരിത്മെറ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കർവിലെ പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ പോലെ നല്ല ഭംഗിയുള്ള ഗ്രാഫ് കിട്ടണമെന്നില്ല, കുറേ സ്കാറ്റേർഡ് പോയിന്റ്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. ഇനി അതേ അഡീഷൻ ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആർ ഡൺ ഇൻ മോഡുലോ പി. പറഞ്ഞല്ലോ GF(P) എന്ന് പറഞ്ഞാൽ ഫീൽഡിലെ ആണ് എലിപ്റ്റിക് കർവിൻ്റെ കമ്പ്യൂട്ടേഷൻസ് നമ്മളോട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോർമൽ അഡീഷൻ ചെയ്തു ഫസ്റ്റ് കേസിലെങ്കിൽ, ഈ കേസിൽ വരുമ്പോൾ അഡീഷൻ നമ്മൾ ചെയ്യുന്നത് മോഡുലോ പി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എലിപ്റ്റിക് കർവ് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. EPA,B. അപ്പോൾ E എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക് കർവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, P എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഡുലസ് ഏതാണോ ആ P എന്ന് പറയുന്നത് ആ മോഡുലസ് വാല്യൂ ആണ്. ഇനി ഈ എയും ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്റ്റിക് കർവിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ y² = x⁻³ + ax + b. ഇതിൽ ഈ എയും ബി അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എയും ബി. അപ്പോൾ എലിപ്റ്റിക് കർവ് ഓവർ ദിസ് മോഡുലസ് P. ഇനി ആ കർവിലെ എയും ബിയും വാല്യൂസ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഇനി ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ മോഡുലസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ 0 മുതൽ P വരെയായിരിക്കും എക്സിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുക. പക്ഷേ നമ്മൾ എല്ലാ എക്സ് വാല്യൂസും കൊടുത്തു കഴിയുമ്പം അതെല്ലാം ഈ കർവിലെ പോയിന്റ്സ് ആവണമെന്നില്ല. ഇനി രണ്ട് ഫാമിലി ഓഫ് എലിപ്റ്റിക് കർവ്സ് നമുക്ക് ക്രിപ്റ്റോഗ്രഫിക് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് പ്രൈം കർവ്സ് ഓവർ ZP ആൻഡ് സെക്കൻഡ് ഈസ് ബൈനറി കർവ് ഓവർ GF(2)n. ഇനി പ്രൈം കർവ് ഓവർ ZP എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഫോർ പ്രൈം കർവ് ഓവർ ZP കേസിൽ നമ്മൾ ഇതേ ക്യൂബിക് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു. വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് 0 to P-1 പോവുക. അതുപോലെ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത് മോഡുലോ P ആയിരിക്കും. ഇനി ബൈനറി കർവ്സ് ഓവർ GF(2)n കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസിനെ എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാം വാല്യൂസ് എടുക്കുന്നത് ഈ GF(2)n എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്ന് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതും ഇതേ ഫീൽഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി നമ്മളിപ്പം GF(P)യുടെ കേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രൈം കർവ്സിൻ്റെ കേസിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് XY എന്ന് പറഞ്ഞ പോയിന്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ X-Y. X അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, Yയുടെ വാല്യൂ മിറർ ഇമേജ് പോലെ, ദാറ്റ് ഇസ് Yയുടെ വാല്യൂ -Y ആയി. ആൻഡ് -Y ഈസ് ദ അഡ്റ്റീവ് ഇൻവേഴ്സ് ഓഫ് Y. ഇനി P = 13 ആണെന്ന് കരുതുക. അപ്പോൾ 4, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് ചേഞ്ച് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. 2ൻ്റെ വാല്യൂ -2 ആയി. അപ്പോൾ 4 - 2 നമ്മൾ മോഡ് Pയിലാണ് കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ Pയുടെ വാല്യൂ നമുക്ക് 13 ആണ്. സോ -2 mod 13 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? -2 കഴിഞ്ഞ് 13ലേക്കുള്ള ഡിഫറൻസ് നോക്കി അത് പോസിറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. സോ 13 2 എന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 ആണ്. സോ 4 11 എന്ന് പറയുന്നതായിരിക്കും ഈ 4 2 എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ്. In the elliptic curve E of 1, 2 over the field GF of 11, find the equation of the curve and all the points on the curve. അപ്പോൾ ഈ E of 1, 2 എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക് കർവ് എന്നാണ് ഈ റെപ്രസെൻറ്റേഷൻ. ഇനി 1, 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, y² = x³ + ax + b. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓവർ ദ ഫീൽഡ് GF of 11, അതുകൊണ്ടാണ് ഈ മോഡ് 11 നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത്. ഇതാണ് ജനറൽ ഇക്വേഷൻ. നമ്മൾ E of 1, 2 നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഈ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 2 എന്നുമാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ y² = x³ + x + 2 mod 11. അപ്പോൾ ഇതാണ് നമ്മളുടെ എലിപ്റ്റിക് കർവിൻ്റെ ഇക്വേഷൻ. ഇനി ഈ എലിപ്റ്റിക് കർവിൽ ഉള്ള പോയിന്റ്സിനെ ഐഡൻറ്റിഫൈ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടേഷൻ എല്ലാം ഓവർ ദ ഫീൽഡ് GF of 11 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂസിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസിൻ്റെ റേഞ്ച് 0 to 10 ആയിരിക്കും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കർവിലെ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനിൽ LHS = RHS ആവുന്ന അല്ലെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന XY വാല്യൂസിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് അപ്പുറത്തും ലെഫ്റ്റിലും റൈറ്റിലും കിട്ടുന്ന ഒരേ വാല്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് X ആയിരുന്നു ഏത് Y ആയിരുന്നു എന്ന് വെച്ചാൽ ആ കറസ്പോണ്ടിങ് പോയിന്റ് നമ്മളുടെ കർവിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തായാലും നമ്മൾ ആ കർവിലുള്ള ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ കർവിലെ പോയിന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിനും വൈക്കും വരാവുന്ന പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെ ആയിരിക്കും. അപ്പോൾ അതാണ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേബിളിൽ കാണുന്നത്. എക്സിൻ്റെ വാല്യൂ 0 മുതൽ 10 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ RHS വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഇറ്റ് ഈസ് x³ + x + 2 mod 11. ഇപ്പോൾ 0 വരുമ്പോഴത്തേക്കും ഇത് രണ്ടും 0 ആയി 2 mod 11. ഇനി 1 വരുമ്പം 1 + 1 + 2 അതാണ് 4 mod 11. ഇനി 2 വരുമ്പോൾ 2³ എന്ന് പറയുമ്പോൾ 8 വരും. 8 + 2 + 2 ദാറ്റ് ഈസ്
നമുക്കറിയാം 10 പ്ലസ് 2 12 വരും. 12 മോഡ് 11 എന്ന് പറയുമ്പോൾ 1 വന്നു. ഇനി 3 ക്യൂബ് ആകുമ്പോഴത്തേക്കും 3യുടെ കേസിലാകുമ്പോൾ 3 ക്യൂബ് 27 വന്നു പ്ലസ് 3 പ്ലസ് 2 ആഡ് ചെയ്യുക, മോഡ് 11 ചെയ്യുക, വിൽ ഗെറ്റ് ദ റിസൾട്ട് ഓഫ് 10. അപ്പോൾ അങ്ങനെ 4 5 6 7 8 9 10 വരെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോ കേസിലും ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ക്യൂബ്സ് ആയിരിക്കും, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതേ എലമെന്റ് തന്നെ, പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും പ്ലസ് 2. അപ്പോൾ ഈ മോഡ് 11 ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുന്ന റിസൾട്ട് കിട്ടുക, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. അതാണ് നമ്മൾ റിപ്ലേസ് ചെയ്യേണ്ട വാല്യൂസ്. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് RHSന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇനി ഇതേ കേസ് തന്നെ നമ്മൾ LHSന് വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് 0 മുതൽ 10 വരെ ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വൈയുടെ കേസിലും നമ്മൾ 0 മുതൽ 10 വരെ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും വൈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് LHS വാല്യൂ, ഇപ്പോൾ LHS എന്ന് നമുക്കറിയാം ഇവിടെ y² ആണ്. y² കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മോഡ് 11 ആയിരിക്കണം ചെയ്യേണ്ടത്, ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓവർ ദ ഫീൽഡ് GF of 11. സോ y² മോഡ് 11 കണ്ടുപിടിക്കുക. അപ്പോൾ 0ക്കാണെങ്കിൽ 0 തന്നെ, 1നാണെങ്കിൽ 1, 2ന്റെ സ്ക്വയർ നമ്മൾ 4 കിട്ടി, 3യുടെ സ്ക്വയർ നമ്മൾ 9 കിട്ടി. ഇനി നമുക്ക് മോഡ് 11 ചേഞ്ച് ഒന്നും വരില്ല. ഈ 4² ആകുമ്പോൾ 16 ആയി, 16 മോഡ് 11 = 5. ഈ 5² ആകുമ്പോൾ 25 ആയി, 25 മോഡ് 11 എന്ന് പറഞ്ഞാൽ 11 × 2 22 കഴിഞ്ഞ് റിമൈൻഡർ 3. 6² ആകുമ്പോൾ 36 മോഡ് 11, 33 റിമൈൻഡർ 3. 7² ആകുമ്പോൾ 49 മോഡ് 11, 44 റിമൈൻഡർ 5. 8² ആകുമ്പോൾ 64 മോഡ് 11, 55 റിമൈൻഡർ 9. 9² ആകുമ്പോൾ 81 മോഡ് 11, നമുക്ക് 77 എന്നുള്ള റിമൈൻഡർ വാല്യൂ 4. 10² ആകുമ്പോൾ 100 മോഡ് 11, ഇവിടെ 99 കഴിഞ്ഞ റിമൈൻഡർ 1. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും കറസ്പോണ്ടിങ് ആയിട്ട് LHS RHS വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എക്സ് വാല്യൂ നമ്മളിവിടെ എടുക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് RHSന്റെ വാല്യൂ എന്തായിരുന്നു നോക്കാം. അപ്പോൾ ഈ x0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് RHSൽ കിട്ടിയ 2 ആണ്. ഇനി ഈ പോയിന്റ് നമ്മളുടെ കർവിലുള്ളതാണെങ്കിൽ ഇതേ വാല്യൂ LHS ഉള്ളൊരു പോയിന്റ് ഇവിടെ കാണണം. നമ്മളിവിടെ LHSലെ വാല്യൂസ് നോക്കാം, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും 2 വരുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതിലൊരിടത്ത് നമുക്ക് 2 കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് ഈ x = 0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളുടെ കർവിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിന് മീനിങ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിവാക്കി. നെക്സ്റ്റ് എലമെന്റ് 1 നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ 1ന്റെ കേസിൽ RHS നമുക്ക് കിട്ടിയത് 4 ആണ്. ഇനി LHSൽ എവിടെയെങ്കിലും 4 ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും 4 കാണാം, ഇവിടെയും 4 കാണാം. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ 2 ആവാം, അതുപോലെ 9 ആവാം. അപ്പോൾ 1 2 എന്ന് പറയുന്ന പോയിന്റും 1 9 എന്ന് പറഞ്ഞ പോയിന്റും നമ്മളുടെ കർവിലെ പോയിന്റ്സ് ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത 2 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ എക്സ് എടുക്കുക. നമുക്ക് RHS വാല്യൂ കിട്ടിയിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ 1 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1ഉം വരാം 10ഉം വരാം. അതാണ് 2 1 and 2 10. നെക്സ്റ്റ് എലമെന്റ് 3 നമ്മൾ കൺസിഡർ ചെയ്യാം. അവിടെ നമുക്ക് RHS വാല്യൂ കിട്ടിയിരിക്കുന്നത് 10 ആണ്. നമ്മൾ LHSൽ നോക്കിയാൽ എവിടെയും 10 ഇല്ല. അപ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് കർവിൽ ഇല്ലാത്തതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒഴിവാക്കാം. ഇനി നെക്സ്റ്റ് 4 നമ്മൾ കൺസിഡർ ചെയ്യാം. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ RHS വാല്യൂ 4 തന്നെയാണ്. ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ LHS നോക്കുകയാണെങ്കിൽ 2 ഇടത്ത് 4 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 വന്നിരുന്ന പോയിന്റ് 4 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ആണ്. അപ്പോൾ എക്സിന് വാല്യൂ 4 ആകുമ്പോൾ വൈക്ക് എന്തൊക്കെ വരാം? ഇവിടെ 4 വന്ന ഒന്ന് 2ലായിരുന്നു, ഒന്ന് 9ലായിരുന്നു. സോ 4 2ഉം വരാം, അതുപോലെ 4 9ഉം വരാം. അതാണ് അടുത്ത 2 പോയിന്റ്സ് 4 2 and 4 9. നെക്സ്റ്റ് എലമെന്റ് 5 നമ്മൾ കൺസിഡർ ചെയ്യാം. 5ന്റെ കേസിൽ RHS വാല്യൂ 0. ഇവിടെ നമുക്ക് 0 വരുന്നത് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 0 ആയിരിക്കും. സോ 5 0 എന്ന് പറയുന്നത് കർവിലെ അടുത്ത പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ 6 കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് RHS വാല്യൂ 4. അതേ വാല്യൂ 4 കിട്ടിയേക്കുന്നത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ 2 വരാൻ വൈ 9ഉം വരും. സോ 6 2 and 6 9 വിൽ ബി പോയിന്റ്സ് ഓൺ ദ കർവ്. നെക്സ്റ്റ് നമ്മൾ 7 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ RHS വാല്യൂ 0. ഇവിടെ എവിടെ 0 വരുന്നത്? ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈയുടെ വാല്യൂ 0. സോ x = 7 and y = 0. സോ 7 0 എന്ന് പറയുന്ന അടുത്ത പോയിന്റ്. ഇനി അടുത്ത് നമ്മൾ 8 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 5 ആണ്. ഇപ്പോൾ ഇവിടെ 2 ഇടത്ത് 5 വരുന്നുണ്ട്, 4നും വരുന്നുണ്ട്, 7നും വരുന്നുണ്ട്. അപ്പോൾ 8 4 എന്ന് പറയുന്നതും 8 7 എന്ന് പറയുന്നതും നമ്മളുടെ കർവിലെ പോയിന്റ്സ് ആയിരിക്കും. അതാണ് അടുത്ത 2 പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മൾ 9 കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന RHS വാല്യൂ 3 ആണ്. ഇവിടെ നമുക്ക് LHSൽ 2 ഇടത്ത് 3 വന്നിട്ടുണ്ട്, 5നും 6നും കറസ്പോണ്ടിങ് ആയിട്ട്. സോ 9 5ഉം 9 6ഉം നമ്മളുടെ കർവിലെ പോയിന്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ 10 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന RHS വാല്യൂ 0 ആണ്. അപ്പോൾ വൈയിൽ നമുക്ക് 0, y² 0, LHSൽ 0 വന്നേക്കുന്നത് ഫസ്റ്റ് കേസിൽ മാത്രമേ ഉള്ളൂ. സോ y = 0. സോ 10 0 എന്ന് പറയുന്നത് നമ്മളുടെ കർവിലെ പോയിന്റ് ആയിരിക്കും.
അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കർവിലെ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള അപ്രോച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ പിയുടെ കമ്പ്യൂട്ടേഷൻ, P+Qന്റെ കമ്പ്യൂട്ടേഷൻ പറഞ്ഞു, 2Pയുടെ കമ്പ്യൂട്ടേഷൻ പറഞ്ഞു. ഇനിയിപ്പോൾ ചില കേസിൽ നമുക്ക് ഈ P എന്ന് പറഞ്ഞ പോയിന്റിന്റെ കൂടെ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ അതിന്റെ സൊല്യൂഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ്. നമുക്ക് 5P ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആദ്യം 2P കണ്ടുപിടിക്കുക. 2P കണ്ടുപിടിക്കാനുള്ള പ്രോസസ് ഓൾറെഡി നമ്മൾ പറഞ്ഞ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇനി 2P കിട്ടിക്കഴിഞ്ഞാൽ 2P + 2P, ഇപ്പൊ P+Q ചെയ്യുന്ന പോലെ തന്നെ ആ 2Pയിൽ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ ഉപയോഗിച്ച് അത് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യാം. അപ്പൊ 2Pയിൽ എന്ത് റിസൾട്ട് കിട്ടിയോ ആ റിസൾട്ടിനെ ഒന്നുകൂടി ആഡ് ചെയ്യാം. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2P + 2Pയുടെ എഫക്ട്, ദാറ്റ് ഈസ് റിസൾട്ട് വിൽ ബി 4P. ഇനി ഈ 4P കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5P ആക്കണമെങ്കിൽ അതിനോട് ഒരു P കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ Pയുടെ പോയിന്റ് നമുക്കറിയാം. അപ്പൊ ഇതിനെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടും P എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്ത് നോർമൽ P+Q ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും അതിനെ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഈ അഡീഷനൊക്കെ ഇത് P+Qന്റെ അതേ ഇക്വേഷൻസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇവിടെയും P+Qന്റെ ഇക്വേഷൻസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മളുടെ 5P എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ കമ്പ്യൂട്ടേഷൻ വരുമ്പോൾ കുറെ കൂടി പ്രോസസ്സിംഗ് കൂടുതൽ വരുമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ആയിട്ടുള്ള രീതിക്ക് 2P ആണ് യൂഷ്വലി ക്വസ്റ്റ്യനിൽ കാണാറ്. പക്ഷെ 2P അല്ല വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരികയാണെങ്കിലും ഇതുപോലെ റിപ്പീറ്റഡ് അഡീഷൻ വഴി നമുക്ക് അതിന്റെയും റിസൾട്ട്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡീഷന്റെ ഇക്വേഷനും ആ 2Pയുടെ ഇക്വേഷനും രണ്ടും മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം.